സാംസങ്ങിന്റെ ഫോണുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് ഇന്നോവേഷനും പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ്. അവർ കൊണ്ടുവരുന്ന ഫീച്ചേഴ്സ് ഒക്കെ അടിപൊളിയാണ്. ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ അത് വരുമ്പോൾ തന്നെ ഇംപ്രസീവ് ആയിരിക്കും. അത് മാത്രമല്ല, ഫ്ലാഗ്ഷിപ്പ് ഫോണിലെ ആ ഫീച്ചേഴ്സ് ഒക്കെ അവർ കുറഞ്ഞ മോഡലുകളിലേക്കും കൊണ്ടുവരുന്നത് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ അവരുടെ ഗ്രേറ്റ് സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ആ ഫീച്ചർ അവർ A55ലും A35ലും ഒക്കെ കൊണ്ടുവരികയാണ്. ഈ ഫീച്ചേഴ്സ് ഓൾറെഡി S23 FE പോലുള്ള മോഡലുകളിലേക്ക് വന്നു കഴിഞ്ഞു. അത് മാത്രമല്ല, S23 അതേപോലെ തന്നെ A54 A34 ടാബ് S9 FE തുടങ്ങിയ എല്ലാ മോഡലുകളിലേക്കും എത്തി. ഇപ്പോൾ A55ലും A35ലും കൂടിയും വന്നിരിക്കുകയാണ്. ഇതിന്റെ ബെനിഫിറ്റ് ഓൾറെഡി നിങ്ങൾ ധാരാളം വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. എങ്കിലും A സീരീസ് ഫോണിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ്, ഇപ്പോൾ ഈ ഒരു ഷൂ ഇത് ഏത് ബ്രാൻഡിന്റെയാണ്, എത്രയാണ്, എന്താ കാര്യം എന്നറിയണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് സർക്കിൾ ടു സെർച്ച് ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുത്താൽ നേരെ താഴെ വരുന്നു. ന്യൂ ബാലൻസിന്റെ ഷൂ ആണത്. അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഉണ്ടാവും. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങോ എന്തെങ്കിലും കാണുകയാണ്, അതിന്റെ ലാൻഡ്മാർക്ക് ലൊക്കേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ താജ്മഹലിന് ഞാൻ ചുമ്മാ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ താഴെ തന്നെ കാണിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ മാപ്പ് ഡയറക്ഷൻ നമുക്ക് തരും. നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് പോകാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ എന്തെങ്കിലും ഒരു സൈൻ ബോർഡോ എന്തെങ്കിലും നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുക, അതിന്റെ ഒരു ഫോട്ടോ എടുക്കുക, ജസ്റ്റ് ഒന്ന് സർക്കിൾ ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ നേർക്ക് ക്യാമറ പിടിച്ചിട്ട് ഈ സർക്കിൾ ടു സെർച്ച് ഉപയോഗിച്ചാൽ തന്നെ അത് ട്രാൻസ്ലേറ്റ് ആയി നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതെല്ലാം പോട്ടെ, ഏതെങ്കിലും ഒരു കോട്ട് നിങ്ങൾ കണ്ടു എന്ന് വെക്കുക, ആ കോട്ടിനെ ചുമ്മാ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ആരുടെ കോട്ടാണ് എന്താണെന്നുള്ള വിവരങ്ങളും താഴെ വരും. ഇനി ഇത് മാത്രമല്ല, ഒരു ഇമേജ് കാണണം, അതിന് ചുമ്മാ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുത്താൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഇമേജിലുള്ള ടെക്സ്റ്റുകളെ കോപ്പി ചെയ്ത് വേണ്ട പോലെ നോട്ടിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. സോ ഇങ്ങനെ സർക്കിൾ ടു സെർച്ച് വഴിയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി A35ലും A55ലും ചെയ്യാൻ സാധിക്കും. എന്തായാലും ഈ വീഡിയോയിൽ ജസ്റ്റ് സർക്കിൾ ടു സെർച്ചിനെ കുറിച്ച് മാത്രം പറഞ്ഞ് ഞാൻ പോവില്ല. പകരം A35 A55 ഒക്കെ 5 മാസത്തോളമായി ഇപ്പോൾ ഇറങ്ങിയിട്ട്, അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ട് 5 മാസത്തോളമായി. അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഫോണുകൾ എങ്ങനെയുണ്ടെന്ന് കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഇതൊക്കെ എന്ത് വിലയ്ക്ക് കിട്ടുന്നുണ്ടെന്നും കൂടി പറയാം. കാരണം ഓഫർ ടൈം ആണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. A സീരീസിനെ കുറിച്ച് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സാംസങ്ങിന്റെ ടോപ്പ് സെല്ലിംഗ് സീരീസ് ആണ് ഈ A സീരീസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 10-30 വർഷമായിട്ട് സാംസങ് ഡോമിനന്റ് ആയിട്ട് മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് സീരീസ് ആണ് A സീരീസ് എന്നുള്ളത് കൊണ്ടാണ് അതിനെ എടുത്തൊരു വീഡിയോ ചെയ്യാൻ ഞാൻ തീരുമാനിക്കുന്നത്. സോ ആദ്യം തന്നെ ഈ രണ്ട് ഫോണുകളുടെയും മെയിൻ ഘടകം എന്ന് പറയുന്നത് ഇതിൽ നല്ല ക്യാമറ ഉണ്ടെന്നുള്ളതാണ്. ഇമേജ് സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. A55 എടുത്ത ക്യാമറ സാമ്പിളുകളാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇമേജുകൾ നിങ്ങൾക്ക് ഈ ഫോണിൽ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഡേ ലൈറ്റ്, സെൽഫി, എല്ലാ സാമ്പിളുകളും ഞാൻ കാണിക്കുന്നുണ്ട്. ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഇതിന്റെ സെൽഫി ക്യാമറയിലും മെയിൻ ക്യാമറയിലും 4K വീഡിയോ ഈ കാണുന്ന പോലെ സ്മൂത്ത് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. അതായത് വിത്ത് സ്റ്റെബിലൈസേഷൻ. ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കുക. A55ന്റെ ക്യാമറ എന്ന് പറയുന്നത് 50MP + 12MP + 5MP അങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. റിയർ സൈഡിൽ, ഫ്രണ്ടിൽ 32 മെഗാപിക്സൽ ക്യാമറയാണ്. ഡേ ലൈറ്റിലും ഇൻഡോർ ലൈറ്റിലും ഒക്കെ എടുത്ത വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കാൻ A55 കൊണ്ട് തന്നെ പറ്റും. A35ഉം ഒട്ടും മോശമല്ല. ഇതിലെടുത്ത ഇമേജുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. A35ന്റെ ക്യാമറ സെറ്റപ്പ് 50MP 8MP 5MP അങ്ങനെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഫ്രണ്ടിൽ 13 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. സോ മൊത്തത്തിൽ ക്യാമറയുടെ കാര്യം നോക്കിയാൽ ഈ രണ്ട് ഫോണുകളും അടിപൊളിയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് പറയേണ്ടത്. ഇനി ഈ രണ്ട് മോഡലുകളും ഈ ഓഫർ സമയത്ത് ഏത് പ്രൈസിന് കിട്ടും? A35 വന്നിട്ട് 25,999 കിട്ടും. A55 ആണെങ്കിൽ 33,999 കിട്ടും. ഓഫറിലാണ്, ഓഫർ ലിമിറ്റഡ് ടൈം ആണ്. തീർച്ചയായിട്ടും വേഗം തന്നെ ചെക്ക് ചെയ്യുക. ഇനി ഇത് രണ്ടും നിങ്ങൾ EMI-ലാണ് നോക്കുന്നെങ്കിലും 1723 രൂപ റേഞ്ചിൽ മന്ത്ലി അടയ്ക്കാൻ തയ്യാറാണെങ്കിൽ ആ രീതിയിൽ ഒരു EMI-ൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. ഈ പ്രൈസിന് നമ്മൾ ഈ പറഞ്ഞ സർക്കിൾ ടു സെർച്ചോ അല്ലെങ്കിൽ ക്യാമറയോ മാത്രമല്ല, ബിൽറ്റ് ഒക്കെ ടോപ്പ് നോച്ചാണ് ഈ പ്രൈസിലത്തെ. അതായത് മെറ്റൽ ഫ്രെയിമാണ്, ഗ്ലാസ് ഡിസൈൻ, ഗ്ലാസ് തന്നെ ഗൊറില്ല ഗ്ലാസ് വിറ്റസ് പ്ലസ് ആണ്. രണ്ട് മോഡലിലും വരുന്നത്. ചെറിയൊരു ഡ്രോപ്പ് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ അത്യാവശ്യം നമ്മുടെ ഒരു ഹാൻഡ് നമ്മൾ നോർമലി പിടിക്കുന്ന ഹൈറ്റിൽ നിന്ന് താഴെ ഇടുകയാണ്, കമ്മിറ്റി അടിച്ച് താഴേക്ക് ഇടുവാണ്. എന്നാലും വലിയ അപകടമൊന്നും പറ്റാതെ എണീറ്റ് വരുന്നത് കണ്ടോ. സോ അപ്പോൾ ബിൽറ്റ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ അത്യാവശ്യം വിശ്വസിക്കാം. പിന്നെ വാട്ടർ റേറ്റിംഗ് IP67 റേറ്റിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ ആയാലും മഴ നനഞ്ഞാലും പെട്ടെന്ന് വെള്ളം കയറുന്ന അവസ്ഥയില്ല. ഈവൻ കൈ അറിയാണ്ട് ഇപ്പോൾ ബക്കറ്റിലോ വെള്ളത്തിലോ എങ്കിലും വീണാൽ തന്നെയും ഒന്നും പറ്റില്ല, നമുക്ക് ഈസി ആയിട്ട് എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും. സോ ബിൽറ്റ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും നല്ലൊരു സെറ്റപ്പാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ഡിസ്പ്ലേ നോക്കിയാലും യാതൊരു അപാകതകളും ഇല്ല. സാംസങ്ങിന്റെ ഡിസ്പ്ലേ ബെസ്റ്റ് ആണെന്ന് നമുക്കറിയാം. 6.6 ഇഞ്ച് വരുന്ന ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ, 1000 നിറ്റ്സിന്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡ് അടക്കം വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ് സൗണ്ടും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. വിഷ്വൽ ക്വാളിറ്റിയിലൊന്നും യാതൊരു അപാകതയില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം ക്വാളിറ്റി ഒക്കെ. സോ നല്ല ഡിസ്പ്ലേ ഉണ്ട് ഈ ഫോണിൽ. ഞാൻ കൂടുതൽ പറഞ്ഞു പറയുന്നില്ല, കാരണം അൺബോക്സിംഗ് ഞാൻ പണ്ടേ ചെയ്തതാണ്. 5 മാസത്തിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും നമുക്ക് ഇതിനകത്ത് യാതൊരു അപാകതയും ഇതിന്റെ ഡിസ്പ്ലേകളിൽ തോന്നിയിട്ടില്ല. പിന്നെ ബാറ്ററി ലൈഫിന്റെ കാര്യത്തിലും വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇതിൽ വന്നിട്ടില്ല. 5000 mAh ബാറ്ററി ഉണ്ട്. സോ അതൊരു വലിയ പ്രശ്നമല്ല. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നല്ല ബാറ്ററി ലൈഫാണ്. 25 വാട്ടിനെയാണ് ഫാസ്റ്റ് ചാർജിംഗ് വരുന്നത്. ഇനി ഇതിന്റെ പെർഫോമൻസ് നോക്കിയാൽ Exynos 1480 എന്ന പ്രോസറാണ്. ഇത് വലിയ പെർഫോമൻസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഫോണുകളല്ല. സാധാരണ രീതിയിൽ ഉപയോഗിക്കാനാണെങ്കിൽ യാതൊരു വിഷയവുമില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് രണ്ട് ഫോണിന്റെയും ത്രോട്ടിലിംഗ് ടെസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഈ രണ്ട് ഫോണിന്റെ ത്രോട്ടിലിംഗ് ടെസ്റ്റ് നോക്കിയാലും വളരെ സ്റ്റേബിൾ ആയ പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുക. സോ പെർഫോമൻസിൽ നമുക്ക് സാധാരണ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ യാതൊരു ഇഷ്യൂസും ഈ ഫോണുകളിൽ വരുന്നില്ല. ആൻഡ്രോയിഡ് സ്കോർ നിങ്ങൾ A55ന്റെ ആൻഡ്രോയിഡ് സ്കോർ ഒക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 7 ലക്ഷം വരെ കിട്ടുന്നുണ്ട്. സോ സാധാരണഗതിയിൽ ഉപയോഗിക്കാൻ യാതൊരു വിഷയവും വരാത്ത ഡീസന്റ് പെർഫോമൻസ് ഉണ്ട്.
നിങ്ങൾ ഹെവി പെർഫോമൻസ് നോക്കിക്കൊണ്ട് ഈ ഫോൺ എടുക്കാൻ നിൽക്കരുത്. സാധാരണ ഡീസൻറ്റ് യൂസിനാണെങ്കിൽ ഒരു വിഷയമില്ല. നൈസ് ആയിട്ടുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആപ്പ് ഓപ്പണിംഗ് സ്പീഡും കാര്യങ്ങളും മൊത്തത്തിൽ യൂസ് ചെയ്യുമ്പോഴൊക്കെ One UI 6 വന്നിട്ട് വളരെ സ്മൂത്ത് ആണ്. പിന്നെ 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനൊക്കെ പുറമെയാണ് സാംസങ്ങിന്റെ എല്ലാ പതിവ് ഫീച്ചേഴ്സും ഈ ഫോണുകളിൽ വരുന്നുണ്ട്. അതായത് സാംസങ് നോക്സ് വോൾട്ട് സെക്യൂരിറ്റി വരുന്നുണ്ട്, സെക്യൂർ ഫോൾഡർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫയലുകൾ സേവ് ചെയ്യാൻ ഉപയോഗിക്കാം. പിന്നെ സാംസങ് വാലറ്റ് വരുന്നുണ്ട്, അതിനകത്ത് നിങ്ങളുടെ ഫയൽസ് ഡോക്യുമെന്റ്സ് ഒക്കെ സൂക്ഷിക്കാൻ സാധിക്കും. ബാങ്ക് കാർഡുകൾ വേണമെങ്കിൽ ആഡ് ചെയ്ത് വെച്ച് ടാപ്പ് ആൻഡ് പേ സംവിധാനത്തിലുള്ള പേയ്മെന്റുകൾ നടത്താനും സാധിക്കും. മാത്രമല്ല ട്രെയിൻ ടിക്കറ്റോ ഫ്ലൈറ്റ് ടിക്കറ്റോ എന്ത് ടിക്കറ്റുകൾ വേണമെങ്കിലും ഈ സാംസങ് വാലറ്റ് നിങ്ങൾക്ക് സേഫ് ആയിട്ട് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. പിന്നെ ടാപ്പ് ആൻഡ് പേ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ, NFC ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബ്ലൂടൂത്ത് 5.3 വരുന്നുണ്ട്, Wi-Fi 6 വരുന്നുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട നല്ല നല്ല ഫീച്ചറുകളും ഇതിനകത്ത് സാംസങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ മൊത്തത്തിൽ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാം അടക്കം ഇപ്പോൾ സർക്കിൾ ടു സെർച്ച് അടക്കം മൊത്തത്തിൽ ഏറ്റവും നല്ല ഓഫറിൽ സാംസങ് ഈ 2 ഫോണുകൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. A55 33,990 A35 25,990 കൊടുക്കുന്നുണ്ട്. ഓഫർ ടൈമാണ്, ലിമിറ്റഡ് ടൈമാണ്. ഇത് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. പർച്ചേസ് ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.